എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഞാൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണേ. ഇതൊരു ബുക്ക് റിലേറ്റഡ് ചാനലാണ് കേട്ടോ. പുസ്തകഭ്രാന്തന്മാരെ ഇതിലേ ഇതിലേ നമ്മൾ ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ കണ്ട് നടക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു കുളിർമയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ഇന്ന് ഓഗസ്റ്റ് 9 നാഷണൽ ബുക്ക് ലവേഴ്സ് ഡേ ആണ്. പുസ്തക പ്രേമികളുടെ ദിനമാണ്. ബിബിലിയോഫൈലുകളുടെ ദിനമാണ്. നമ്മുടെ പുസ്തകപ്രേമികളെ പറയുന്ന ഒരു പേരാട്ടോ. ബുക്ക് വായിക്കാൻ മാത്രമല്ല, ബുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ച് പൊന്നോമന പോലെ കൊണ്ടുനടക്കുന്നവരെയും പറയുന്നൊരു പേരാണ് കേട്ടോ ബിബിലിയോഫൈല്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. വായന അത്രയും ഇമ്പോർട്ടൻസ് ആക്കി എടുത്തിരിക്കുന്ന ഒരാളാണ്. കുറച്ച് നാൾക്ക് മുന്നേ വരെ ഞാൻ സ്കിപ്പൊക്കെ ചെയ്തിരുന്ന ഒരു ഹോബിയെന്ന് പറയാം. ഹോബി മാത്രമല്ല, വായന എന്ന് പറയണത് അതിൻ്റെ അപ്പുറമുള്ളൊരു സംഭവമാണത്. അത് വായിക്കുന്നവർക്കത് മനസ്സിലാവുള്ളൂ അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് നഷ്ടപ്പെടുത്താത്തൊരു തരം ഭ്രാന്താണ് ഈ വായന എന്ന് പറയുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതെല്ലാ മലയാളികളും കേട്ടിട്ടുള്ളൊരു വാക്കാണ്, നമ്മൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ചെറിയൊരു വേർഷൻസ് കഴിഞ്ഞ ദിവസം FBയിൽ എനിക്ക് കാണാൻ പറ്റി. വളയാതിരിക്കാനാണ് വായിച്ചു തുടങ്ങിയതെങ്കിലും ഒടുവിൽ വളഞ്ഞിരുന്ന് വായിക്കുക ഒരു ശീലമായി മാറി. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മത് ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ ശരിക്കും വളഞ്ഞിരുന്ന് വായിക്കുക ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വായിക്കാത്തവൻ ഒരു ജീവിതവും വായിക്കുന്നവൻ 1000 ജീവിതവും എന്നാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറമാൻ പറയണേ, ഒരു ജീവിതം കൊണ്ട് തന്നെ മനുഷ്യൻ ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക, അപ്പോഴാണ് അവളുടെ 1000 ജീവിതം. അപ്പം ഞാനൊരു പോസ്റ്റ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഈ ബുക്ക് വായിക്കുന്ന ശീലമില്ലാത്ത ഒരാളോട് നമ്മളിത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കണതല്ലേ? അത് ശരിയാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വായിക്കാത്തവന് വായിക്കുന്നവൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? വായിക്കുമ്പോഴും വായിക്കാതിരിക്കുമ്പോഴും നമ്മൾ മനസ്സിൻ്റെ ഒരേ സ്വഭാവങ്ങളുണ്ടല്ലോ, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഞാനാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് വായന കൂടുമ്പോഴേ ചുറ്റുപാടൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാനും ചുറ്റുപാടുകൾ അതേപോലെ സ്നേഹിക്കുവാനും കൂടെയുള്ളവരെ കൂടുതലായിട്ട് കെയർ ചെയ്യാനൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു കഴിവ് കിട്ടിയ പോലെ തോന്നും കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഈ വ്യായാമം പോലെയാണ് നമ്മുടെ മനസ്സിന് ഈ വായന എന്ന് പറയണത്. നമ്മൾ ഈ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴേ നിങ്ങളോട് പുസ്തകം വായിക്കുക, അത് നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാം. നിങ്ങളുടെ ലോകം വിശാലമാക്കാനേ നിരവധി വഴികളുണ്ടല്ലോ. നമ്മുടെ ലോകം വിശാലമാക്കാൻ അനവധി വഴികളുണ്ട്. പക്ഷെ പുസ്തകങ്ങളെ സ്നേഹിക്കുക എന്നതാണ് അതിൽ ഏറ്റവും മികച്ച്. ഇത് ആരെങ്കിലും ഇടയിലും കേട്ടിട്ടുണ്ടോ? വായന എന്നത് ശരിക്കും പറഞ്ഞ ഒരു ഹോബിയൊന്നല്ല. ശരിക്കും ഹോബി മാത്രമാണോ? അല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. ഓരോ പുതിയ പുസ്തകവും നമുക്ക് ഓരോ പുതിയ ലോകമാണ് കാണിച്ചിരുന്നത്. നമ്മൾ ആ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ഭയങ്കരമായിട്ട് മാറും. അത് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കും. കൂടാതെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ, ഈ മെൻ്റൽ ഹെൽത്തിന് വായന ഭയങ്കര അത്യാവശ്യമാണ്. ഒരു പുസ്തകത്തിലേ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും അതിൽ പറ്റിപ്പിടിച്ചിരുന്നാലേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കില്ലേ? യെസ് ഓർ നോ? എൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ് എന്നാണ് എൻ്റെ ആൻസർ കേട്ടോ. നിങ്ങളുടെ ആൻസറും കമൻറ്റ് ബോക്സിൽ കാണണേ. അപ്പോൾ അത്രയും നമ്മുടെ മുന്നിലേക്ക് ഓരോരോ കാര്യങ്ങളിങ്ങനെ എടുത്തിടുകയാണ് നമ്മുടെ ഓരോ പുസ്തകം. നമ്മൾ ഓരോ ലോകം കാണാണ്. കാണാത്ത ലോകം കാണിക്കുകയും ഈ കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്നൊക്കെ ഒരു മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. ഈ പുസ്തകന വായന എന്ന് തന്നെ പറയണത് തന്നെ അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ് തരുന്നത്. എനിക്ക് ഈ പുതിയ ബുക്കുകളുടെയൊക്കെ സ്മെല്ലുണ്ടല്ലോ. പണ്ട് പറഞ്ഞ പോലെ മഴ, ജോൺസൺ മാഷിൻ്റെ പാട്ട്, കട്ടൻ ചായ എന്ന് പറയുന്നൊരു ഫീലിങ്ങിൽ പെട്ട ഒരു സംഭവമാണ് എനിക്ക് ഈ പുതിയ ബുക്കുകളുടെ ആ മണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ആദ്യമേ തുടങ്ങിയ ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വായന എന്നുള്ളത് നമ്മളത് മുന്നോട്ട് പോകും തോറും നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടൊക്കെ സ്കിപ്പാവാം, അത് കുറയാം അല്ലേ? ഞാനും അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരും. നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സന്തോഷം തരുന്നതും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സമയം കണ്ടെത്തും അല്ലേ? അപ്പം ഇതുവരെ വായിച്ചിട്ട് അത് സ്കിപ്പ് ചെയ്ത് നിൽക്കുന്നവർക്കോ ഉള്ള ഒരു ചെറിയൊരു എന്താ പറയുക, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ തീർച്ചയായും തുടർച്ചയായിട്ട്
വായിച്ച് തുടങ്ങണം എന്നാണ് പറയുന്നത്. അത് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോയി കാണേണ്ട അവസ്ഥകളും അനുഭവങ്ങളും കാഴ്ചകളും അവിടെ എല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു ബുക്കിലൂടെ നമുക്ക് കിട്ടും. ഈ ബുക്സൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ കാലം ഒക്കെ മാറിയിരിക്കുകയാണ്. എന്ത് നമ്മളെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലമാണ്. എനിക്ക് പക്ഷെ എപ്പോഴും ഈ ബുക്കായിട്ട് വായിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതും സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട് വായിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഇഷ്ടം. അതായത് നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ആ ബുക്കുമായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ചാനൽ അങ്ങനെ ഒന്നുമല്ല. ഞാൻ വാങ്ങുന്ന ബുക്കുകൾ അവ എനിക്ക് തരുന്ന അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, അതിനിടയിൽ ചെറിയ സങ്കടങ്ങൾ, ഇതെല്ലാമാണ് ഞാനിവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ വായിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരേപോലെ ആയിരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങളൊക്കെ പങ്കിടുന്ന സമയത്തെ നമ്മുടെ അനുഭവങ്ങൾ ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോൾ നമുക്ക് സന്തോഷം തരുന്നത്, അല്ലാതെ നമ്മൾ വായിക്കുന്ന ബുക്കുകൾ എല്ലാം നമ്മൾ തൃപ്തിപ്പെടുത്തണമെന്നില്ല കേട്ടോ. അതിപ്പോൾ വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ ചില ബുക്കുകൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും അതിൽ ഓരോ പേജിൽ എന്താണെന്നുള്ളത് നമ്മളറിയാതെ നമ്മളെ മനസ്സിലേക്ക് വരും. അത്രയും നമ്മൾ ആകർഷിച്ച ഒരുപാട് ബുക്കുകളുണ്ടാവും കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ എനിക്ക് വായിക്കുമ്പോൾ എന്തനുഭവമാണ് കിട്ടിയത്, ഓരോ ബുക്കിൽ നിന്നും എനിക്ക് എന്തനുഭവമാണ് കിട്ടിയത്, അത് ആണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ അനുഭവങ്ങളായിരിക്കണമെന്നില്ല കേട്ടോ. ദൈർഘ്യമേറിയ ദിവസത്തിൻ്റെ അവസാനത്തിൽ ഒരു നല്ല പുസ്തകം കാത്തിരിക്കുന്നു എന്നറിവ് ആ ദിവസത്തെ സന്തോഷകരമാക്കുന്നല്ലേ. അങ്ങനെ ഒരു ചെറിയ സന്തോഷവുമായിട്ടാണ് ഞാൻ ദൈവന്മാരെയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അഖിൽ പി ധർമ്മച്ചൻ്റെ റാം കെയർ ഓഫ് ആനന്ദി, രാത്രി 12-ന് ശേഷം. ഒരാൾ തന്നെ എഴുതിയ 2 തരം അനുഭവങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു അടിപൊളി പുസ്തകങ്ങൾ. ഇതിലെ റാം കെയർ ഓഫ് ആനന്ദിനെ കുറിച്ച് പറയാൻ 100 വാക്കുകൾ ഉണ്ടാവും ഓരോരുത്തർക്കും. കാരണം ഇത് വായിക്കാത്ത മലയാളികൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഇതിൻ്റെ കവർ പേജ് തന്നെ അടിപൊളിയാണല്ലേ. ഈ കവർ പേജ് തന്നെയാണ് എന്നെ ഇതിലേക്ക് ആദ്യം അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത്. ഇതിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മൾ കവർ പേജിലും വരുന്നത് കേട്ടോ. ഇതിൽ ഓരോ പേജിലും നമ്മൾ ഓരോ കഥാപാത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യമേ തന്നെ ഇത് ഇതൊരു സിനിമാറ്റിക് നോവലാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി ഒരു ഫിലിം കാണുന്ന പ്രതീതിയോട് കൂടി മാത്രമേ നമ്മൾ ഈ പ്രേക്ഷകർ ഈ നോവൽ വായിക്കുകയുള്ളൂ. ഓരോ പേജും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ചെന്നൈ അക്കാദമിയിലേക്ക് ശ്രീറാം അരവിന്ദ് എന്ന നമ്മുടെ നായകൻ റാം എത്തുന്നതും റാമിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കഥാപാത്രങ്ങളാണ് ആ കവർ പേജിൽ കാണിക്കുന്നത്. പെട്രയുണ്ട്, പാട്ടിയുണ്ട്, രേഷ്മയുണ്ട്, ആനന്ദിയുണ്ട്, മല്ലിയുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, അവർ തമ്മിലുള്ള സൗഹൃദങ്ങൾ, സ്നേഹം, വിരഹങ്ങൾ, ചെറിയ പ്രണയവും അങ്ങനെ ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയും ഒക്കെ ഓരോ പേജും നമ്മൾ അറിയാതെ വായിച്ച് പോകുന്ന ഒരു പ്രത്യേകതര നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. അവസാനം ചെറിയൊരു നൊമ്പരത്തോടു കൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത്. നമ്മുടെ ചെറായി കടൽ തീരങ്ങളിൽ അസ്തമയ സൂര്യനെ നോക്കി ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഏതൊരു മനുഷ്യനും. ഇതിൽ ഞാനും അങ്ങനെ ഇരുന്നു. 3-4 ദിവസം അവിടെ തന്നെയായിരുന്നു മനസ്സ് കേട്ടോ. പിന്നെയാണ് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത് കേട്ടോ. അവസാനം അഖിലിൻ്റെ അവസാന പേജിൽ ഒരു നന്ദിയുണ്ട് കേട്ടോ. ഏതൊരു മനുഷ്യനുണ്ടാകേണ്ട ഒരു പ്രത്യേക ഗുണമാണല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നന്ദി പറയുക എന്ന് പറയുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് അഖിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പേജിൽ. അപ്പം നിങ്ങൾ ഓരോ മലയാളി പ്രേക്ഷകരും എന്തുകൊണ്ട് ഇത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് മനസ്സിലായി. കാരണം അത് വായിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ കൃതിയാണ്. ഇതിൻ്റെ കവർ പേജ് തന്നെ അഖിലിൻ്റെ ഫ്രണ്ടായ ഹരിൻ കൈരളിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അഖിലിൻ്റെ അടുത്ത പുസ്തകം രാത്രി 12-ന് ശേഷം. ഇത് നമുക്ക് വേറൊരു അനുഭവം തരുന്ന ഒരു കഥയാണ്. ഒരു ഹൊറർ സ്റ്റോറി എന്ന് പറയാനൊന്നും പറ്റൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ചെറിയ ടച്ചപ്പൊക്കെ നമുക്ക് തോന്നും. ഇത് ഭയങ്കര മുൾമുനയിൽ നിന്നിട്ട് വായിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ ചെറിയ ഡയലോഗൊക്കെയാണ് ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് പേജിലും ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓരോ കഥാപാത്രത്തിൻ്റെയും ഡയലോഗാണ് കേട്ടോ. അങ്ങനെ ഓരോ പേജും നമ്മളിങ്ങനെ മുൾമുനെ നിർത്തിക്കൊണ്ട് ഞാനും ഇതൊരു ദിവസം കൊണ്ടിരുന്ന് വായിച്ചതാണ് കേട്ടോ. ഇതിലെ നമ്മുടെ ഹീറോയിൻ വനിത സേവ്യർ, ആൾ ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതും
അങ്ങനെയായിട്ടുള്ള ഒരു ആളെ ലൈഫിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പിന്നെ ബുക്ക് മാർക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഗൃഹകാലയം എന്നുള്ള ഒരു ഗിഫ്റ്റാന്ന് പറയാം. ഗൃഹകാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 നാക്കുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ വനിതാ സേവകരുടെ ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോണത്. ഇതിനും ലാസ്റ്റ് അതിൽ ഒരു നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ബുക്ക് എഴുതാൻ ഒരു ഓഥർ ഇത്രയും സ്ട്രഗിൾ അനുഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നെയും ഒരുപാട് എന്താ പറയുക, ആകാംക്ഷയോടുകൂടി വായിക്കാൻ പറ്റിയൊരു നോവലാണ് കേട്ടോ. അങ്ങനെ ഈ 2 നോവലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാണ്. വായിക്കാത്തവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വായിക്കുക. വായിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരികയല്ലോ. അപ്പോൾ അടുത്ത നല്ല ബുക്കുകളുമായിട്ട് വരുന്നത് വരെ ബായ്.